നമസ്കാരം. പ്രധാന വാർത്തകൾ. കേബിൾ ടിവിയും ബ്രോഡ്ബാൻഡും ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത സംവിധാനമാക്കി മാറ്റുന്നതിൽ ചെറുകിട കേബിൾ ടിവി ഓപ്പറേറ്റർമാർ ചെറുതല്ലാത്ത സേവനമാണ് രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുരേഷ്. 15ഓളം കേബിൾ ടിവി ഓപ്പറേറ്റർമാരുടെ നേതൃത്വത്തിൽ വടക്കേക്കാട് ആരംഭിച്ച വില്ലോസ് മീഡിയയുടെ ഉദ്ഘാടനം പി സുരേഷ് നിർവഹിച്ചു. പിതാവ് വാഹനാപകടത്തിൽ മരിച്ചതിന് പിന്നാലെ 2 ദിവസത്തിനുള്ളിൽ 18 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞും മരിച്ചു. വെള്ളറക്കാട് പൊയിലി റോഡിൽ തറമേൽ ഞാലിൽ വീട്ടിൽ സുധീഷ് അനുരാധ ദമ്പതികളുടെ മകളെയാണ് ഉറക്കത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുന്നംകുളം നഗരമധ്യത്തിൽ ശനിയാഴ്ച രാത്രിയുണ്ടായ വാഹനാപകടത്തിൽ 3 വയസ്സുകാരൻ ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. പഴഞ്ഞി പെരുന്തുരുത്തി സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. വാർത്തകൾ വിശദമായി. കേബിൾ ടിവിയും ബ്രോഡ്ബാൻഡും ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത സംവിധാനമാക്കി മാറ്റുന്നതിൽ ചെറുകിട കേബിൾ ടിവി ഓപ്പറേറ്റർമാർ ചെറുതല്ലാത്ത സേവനമാണ് രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുരേഷ് അഭിപ്രായപ്പെട്ടു. 15ഓളം കേബിൾ ടിവി ഓപ്പറേറ്റർമാരുടെ നേതൃത്വത്തിൽ വടക്കേക്കാട് ആരംഭിച്ച വെല്ലോസ് മീഡിയ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മികച്ച ഏകോപനത്തിലൂടെ കൂടുതൽ വേഗതയുള്ള സേവനങ്ങൾ ഗുണമേന്മയിൽ ഗുണഭോക്താക്കൾക്ക് എത്തിക്കുവാനും ടൂറിസം മേഖല, ടോട്ടൽ സൊല്യൂഷൻ പ്രൊഡക്ഷൻ, കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി തുടങ്ങി വിദ്യാഭ്യാസ രംഗത്തുൾപ്പെടെ പുതിയ സംവിധാനത്തിലേക്ക് കേരള വിഷൻ പ്രവേശിക്കുമ്പോൾ ഇത്തരം കൂട്ടായ്മയ്ക്ക് ഏതു വെല്ലുവിളിയെയും അതിജീവിച്ച് മുന്നോട്ടു പോകാൻ കഴിയുമെന്ന് പി സുരേഷ് പറഞ്ഞു. കേബിൾ ഇൻഡസ്ട്രി എന്നുള്ള നിലയിൽ നമ്മൾ ആരംഭിച്ചപ്പോൾ അതൊരു ആഡംബര വസ്തുവായിരുന്നു. എന്നാൽ ഇന്ന് കേബിൾ ടിവിയിൽ നിന്നും മാറി നമ്മൾ ബ്രോഡ്ബാൻഡിലെത്തുമ്പോൾ അതൊരു അവശ്യ വസ്തുവാണ്, അനിവാര്യമായ വസ്തുവാണ്. ഇന്നൊരു മിനിറ്റ് പോലും ബ്രോഡ്ബാൻഡ് കട്ടായാൽ അതിന്റെ പ്രൊവൈഡർമാരായ ഓപ്പറേറ്റർമാർക്ക് ഇരിക്കാൻ കഴിയില്ല. അപ്പൊ അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ബിസിനസ് കൈകാര്യം ചെയ്യുന്ന ഓപ്പറേറ്റർമാർ എന്നുള്ള നിലയിൽ നിന്നും മാറിക്കൊണ്ട് പുതിയ സംവിധാനങ്ങളിലേക്ക് കേരള വിഷൻ പ്രവേശിക്കുകയാണ്. വടക്കേക്കാട് അൽ വഫ്ര കോംപ്ലക്സിൽ നടത്തിയ ചടങ്ങിൽ വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ബാബു അധ്യക്ഷയായിരുന്നു. വാർഡ് മെമ്പർ നിഷിത ബാബു, KCCL ചെയർമാൻ പി സുരേഷ് കുമാർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ KV രാജൻ, ജില്ലാ സെക്രട്ടറി CG ജോസ്, KCCL ഡയറക്ടർ VP ബൈജു, TCV മാനേജിംഗ് ഡയറക്ടർ PM നാസർ, CCTV മാനേജിംഗ് ഡയറക്ടർ KC ജോൺസൺ, CCTV മുൻ മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. വെല്ലോക്സ് മീഡിയയിൽ നിന്നും പിരിഞ്ഞു പോകുന്ന മാനേജർ സിൻഡോ ജോസിനുള്ള ഉപഹാരവും പൊന്നാട അണിയിക്കലും TV ജോൺസൺ നിർവഹിച്ചു. മാനേജിംഗ് ഡയറക്ടർ ബാബു നാസർ സ്വാഗതവും മാനേജിംഗ് പാർട്ണർ KC ജെയിംസ് നന്ദിയും പറഞ്ഞു. പുന്നയൂർ, പുന്നയൂർകുളം, വടക്കേക്കാട് എന്നീ മേഖലകളിലെ 15ഓളം കേബിൾ TV ഓപ്പറേറ്റർമാരുടെ നേതൃത്വത്തിലാണ് വെല്ലോക്സ് മീഡിയ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. പിതാവ് വാഹനാപകടത്തിൽ മരിച്ചതിന് പിന്നാലെ 2 ദിവസത്തിനുള്ളിൽ 18 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞും മരിച്ചു. വെള്ളറക്കാട് പൊയിലി റോഡിൽ തറമേൽ ഞാലിൽ വീട്ടിൽ സുധീഷ് അനുരാധ ദമ്പതികളുടെ മകളെയാണ് ഉറക്കത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ 2:30ഓടെ അക്കിക്കാവ് ബൈക്കും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ചാണ് ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന 24 വയസ്സുള്ള സുധീഷ് മരിച്ചത്. ഇന്ന് സുധീഷിന്റെ മരണാനന്തര ചടങ്ങിന്റെ ഭാഗമായി അസ്ഥി പെറുക്കുന്ന ദിവസമായിരുന്നു. പുലർച്ചെ 4 മണിയോടെയാണ് തൊട്ടിലിൽ കിടന്നിരുന്ന കുഞ്ഞിന് മൂക്കിൽ നിന്നും രക്തം വാർന്ന് തണുത്ത് മരവിച്ച് ചലനമില്ലാത്ത നിലയിൽ കണ്ടത്. മരത്തംകോട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച മരണം സ്ഥിരീകരിച്ചു. ഇതിനുശേഷം മേൽ നടപടികൾക്കായി കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം നടത്താനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പാൽ തൊണ്ടയിൽ കുരുങ്ങിയതാകാം മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. രാത്രിയിൽ പാൽ കൊടുത്തതിനു ശേഷം തൊട്ടിലിൽ കിടത്തിയതായിരുന്നു. സംഭവത്തിൽ എരുമപ്പെട്ടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കുന്നംകുളം നഗരമധ്യത്തിൽ ശനിയാഴ്ച രാത്രിയുണ്ടായ വാഹനാപകടത്തിൽ 3 വയസ്സുകാരൻ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. പഴഞ്ഞി പെരുന്തുരുത്തി സ്വദേശികളായ 3 വയസ്സുള്ള യുവ, ജയകൃഷ്ണൻ, ശ്രീലക്ഷ്മി എന്നിവർക്കാണ് പരിക്കേറ്റത്. ശനിയാഴ്ച രാത്രി 9:30ഓടെയായിരുന്നു അപകടം. തൃശൂർ റോഡിൽ നിന്ന് പട്ടാമ്പി റോഡിലേക്ക് വരികയായിരുന്ന സ്കൂട്ടറിൽ ഗുരുവായൂർ റോഡിൽ നിന്ന് വന്ന കാർ നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നു. കാർ സ്കൂട്ടറിൽ ഇടിച്ചതിനെ തുടർന്ന് സ്കൂട്ടർ യാത്രികൻ റോഡിലേക്ക് തെറിച്ചു വീണു. അപകടത്തിൽ സ്കൂട്ടറിനും കേടുപാടുകൾ സംഭവിച്ചു. പരിക്കേറ്റവരെ ഉടൻ കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിലാണ് ഓറഞ്ച് അലർട്ട്. ശക്തമായ മഴ മുന്നറിയിപ്പാണ് ഈ ജില്ലകളിൽ നൽകിയിട്ടുള്ളത്. മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. കണ്ണൂരും
കാസർഗോഡും നാളെയും ഓറഞ്ച് അലർട്ടാണ്. ബുധനാഴ്ച വരെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ ഓറഞ്ച് അലർട്ട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മറ്റെല്ലാ ജില്ലകളിലും ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഗുരുവായൂർ നഗരസഭ പ്രഥമ വൈസ് ചെയർമാനും രാഷ്ട്രീയ സാംസ്കാരിക മാധ്യമ രംഗത്തെ നിറസാന്നിധ്യവുമായിരുന്ന വീട്ടിക്കിഴി ഗോപാലകൃഷ്ണനെ സ്മാരക ട്രസ്റ്റ് അനുസ്മരിച്ചു. അനുസ്മരണ സമ്മേളനം അഡ്വക്കേറ്റ് വി ടി ബൽറാം MLA ഉദ്ഘാടനം ചെയ്തു. വീട്ടിക്കിഴി ഗോപാലകൃഷ്ണന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരം ദീപിക രാഷ്ട്രദീപിക ചാവക്കാട് ലേഖകൻ KT വിൻസെന്റിനും, പൊതുപ്രവർത്തക പുരസ്കാരം PI സൈമൺ മാസ്റ്റർക്കും, സഹകാരി പുരസ്കാരം എറിയാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PS മുജീബ് റഹ്മാനും സമ്മാനിച്ചു. ഗുരുവായൂർ ദേവസ്വം മുൻ ചെയർമാൻ TV ചന്ദ്രമോഹൻ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ നൽകി. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് ചികിത്സാ സഹായം വിതരണം ചെയ്തു. ട്രസ്റ്റ് പ്രസിഡന്റ് R രവികുമാർ അധ്യക്ഷനായി. ചാവക്കാട് ഫർക്ക സഹകരണ റൂറൽ ബാങ്ക് പ്രസിഡന്റ് CA ഗോപപ്രതാപൻ, അർബൻ ബാങ്ക് ചെയർമാൻ AT സ്റ്റീഫൻ, ഗുരുവായൂർ നഗരസഭ പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട്, വടക്കേക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NMK നബീൽ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, CS സൂരജ്, KPA റഷീദ്, R ജയകുമാർ, ലിജിത്ത് തരകൻ, ശശി വാർനാട്ട്, നിഖിൽ G കൃഷ്ണൻ, PV ഗോപാലകൃഷ്ണൻ, ബാലൻ വാർനാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. പോളിയോ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി പൾസ് പോളിയോ തുള്ളിമരുന്ന് നൽകലിന്റെ ഉദ്ഘാടനം കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ രാമപുരം സബ് സെന്ററിൽ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP രാജൻ, പഞ്ചായത്ത് മെമ്പർമാരായ NK ചന്ദ്രാവതി, സ്വീറ്റി ഷാജു, പഴഞ്ഞി സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് നവ്യ ഇട്ടിയര, ഹെൽത്ത് ഇൻസ്പെക്ടർ KU ജയശ്രീ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും സംസാരിച്ചു. പഴഞ്ഞി ഉല്ലാസ് അങ്കണവാടിയിൽ നടന്ന ചടങ്ങിന്റെയും ഉദ്ഘാടനം പ്രസിഡന്റ് നിർവഹിച്ചു. ആശാപ്രവർത്തക ജിനി K ജോൺസൺ, മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ ചിത്ര ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. വിവിധ കേന്ദ്രങ്ങളിലായി നടന്ന പരിപാടികൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ്, സ്ഥിരം സമിതി അധ്യക്ഷരായ MP രാജൻ, KM റസാഖ്, ശൈലജ രുൺദാസ് തുടങ്ങിയവർ ഉദ്ഘാടനം ചെയ്തു. 14 കേന്ദ്രങ്ങളിലായി 1545 കുട്ടികളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പഞ്ചായത്തിൽ പോളിയോ നിർമ്മാർജ്ജന യജ്ഞത്തിന് തുടക്കമായത്. കടവല്ലൂർ കൊരട്ടിക്കര GLP സ്കൂളിൽ നടന്ന സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കുട്ടികൾക്ക് ജനാധിപത്യത്തിന്റെ ബാലപാഠമായി. പൊതു തെരഞ്ഞെടുപ്പിന്റെ മാതൃകയിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പിൽ 92% പോളിംഗ് രേഖപ്പെടുത്തി. ജനാധിപത്യ മൂല്യങ്ങൾ ബാല്യത്തിൽ തന്നെ കുട്ടികളിലേക്ക് പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂളിൽ തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചത്. തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പോസ്റ്ററുകളും തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളും സൗഹൃദപരമായ മത്സരവുമെല്ലാം സ്കൂൾ അങ്കണത്തെ സജീവമാക്കി. വോട്ടെടുപ്പ് ദിനത്തിൽ ഓരോ വോട്ടിന്റെയും പ്രാധാന്യം മനസ്സിലാക്കി വിദ്യാർത്ഥികൾ ബൂത്തിലെത്തി ജനാധിപത്യ അവകാശം വിനിയോഗിച്ചു. CRPF ഭടന്മാരുടെ മാതൃകയിൽ തോക്കേന്തി കുട്ടിപ്പട്ടാളം വൻ സുരക്ഷയൊരുക്കിയതും വേറിട്ട കാഴ്ചയായി. നിഷ്കളങ്കതയ്ക്കൊപ്പം ജനാധിപത്യ ബോധവും കൈകോർത്തപ്പോൾ സ്കൂൾ അങ്കണം ഒരു കൊച്ചു ജനാധിപത്യ ഉത്സവമായി മാറി. രാവിലെ തുടങ്ങിയ വോട്ടെടുപ്പ് ഉച്ചവരെ നീണ്ടു. പ്രധാന അധ്യാപിക PV ജിഷ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു. വൻ ഭൂരിപക്ഷത്തോടെ നിയ നിലോഫർ സ്കൂൾ ലീഡറായും, അഹമ്മദ് സയ്യിദ് ആരോഗ്യമന്ത്രിയായും, സഫ്ര ഫാത്തിമ കലാസാംസ്കാരിക മന്ത്രിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് പ്രത്യേക അസംബ്ലിയിൽ റിട്ടേണിംഗ് ഓഫീസറായ അധ്യാപിക മീനാകുമാരി സത്യവാചകം ചൊല്ലിക്കൊടുത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾ ചുമതലയേറ്റു. വിജയിച്ച പ്രതിനിധികൾ തങ്ങൾക്ക് വോട്ട് നൽകി പിന്തുണച്ച സഹപാഠികൾക്ക് ക്ലാസുകൾ സന്ദർശിച്ച് നന്ദി പറഞ്ഞു. വോട്ടെടുപ്പ് പ്രവർത്തനത്തിന് അധ്യാപകരായ മീനാകുമാരി, KV ധന്യ, CK പ്രീത എന്നിവർ നേതൃത്വം നൽകി. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ 2026 വടക്കാഞ്ചേരി ബ്ലോക്ക് തല ഉദ്ഘാടനം എരുമപ്പെട്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രുതി ലാലു കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ O ശ്രീകൃഷ്ണൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സിജി ജോൺ, സ്വപ്ന പ്രദീപ്, പഞ്ചായത്ത് മെമ്പർ NK കബീർ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ AK ടോണി എന്നിവർ സംസാരിച്ചു. ഹെൽത്ത് സൂപ്പർവൈസർമാരായ പ്രീത ജയകുമാർ, VJ ജോബി, ഹെൽത്ത് ഇൻസ്പെക്ടർ K സൂസി, ആരോഗ്യ ഉദ്യോഗസ്ഥരായ P ലിസി, JJ ഫിലോമിന, KP പ്രിൻസി, KF ബാബു, KA ചന്ദ്രൻ, CG ജോസഫ്, സ്മിത ശങ്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ചൊവ്വലൂർ പടിയിൽ സ്കൂട്ടറിടിച്ച് കാൽനടയാത്രികന് പരിക്കേറ്റു. പാലക്കാട് സ്വദേശി ബാബുവിനാണ് പരിക്കേറ്റത്. രാവിലെ 8:30 അപകടം. പരിക്കേറ്റയാളെ എക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാസങ്ങളായി തകർന്നു കിടക്കുന്ന പട്ടിത്തടം മങ്ങാട് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് BJP കാട്ടകാമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളിവണ്ടിയും കളിവഞ്ചിയും ഇറക്കി പ്രതിഷേധം സംഘടിപ്പിച്ചു. BJP കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് MN സുനീഷ് അധ്യക്ഷത വഹിച്ചു. മുൻ മെമ്പർ പ്രദീപ് കുന്നത്ത് ആമുഖ പ്രഭാഷണം നടത്തി. ഭാരവാഹികളായ അരുൺ ഗഗനൻ,
MV സുമിത, PK സാജു തുടങ്ങിയവർ നേതൃത്വം നൽകി. കാരണം അത് ഒരു 1-2 ദിവസം കൊണ്ട് പൊട്ടിപ്പൊളിഞ്ഞ റോഡല്ല. മാസങ്ങളായിട്ട് ഈ റോഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. നമുക്ക് അറിയാൻ സാധിക്കും, കഴിഞ്ഞ തവണ പഞ്ചായത്ത് കാട്ടമ്പ പഞ്ചായത്ത് ഭരിച്ചതും ഓർക്കുളം പഞ്ചായത്ത് ഭരിച്ചതും CPM ആയിരുന്നു. രണ്ട് കൂട്ടർക്കും അത് കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമായിരുന്നു. MLA ആണെങ്കിലും അവരുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ ഇത് യാതൊരു കാരണവശാലും ഇത് നന്നാക്കില്ല എന്നുള്ള തീരുമാനമായിരുന്നു CPM-ൻ്റേത്. ഇപ്പോൾ ഭരണം മാറി വന്നു, 6 മാസം കഴിഞ്ഞു. 2 പഞ്ചായത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 2 പഞ്ചായത്ത് ഇപ്പോൾ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. ഈ 2 പഞ്ചായത്തും ഇതിനു വേണ്ടിയിട്ടൊരു യാതൊരു മുൻകൈ എടുക്കുന്നില്ലെന്ന് വളരെ ദുഷ്കരമാണ്. രാത്രി കാലങ്ങളിൽ പോലും നിരവധി പേരുകൾ സഞ്ചരിക്കുന്ന ഈ റോഡ് ഇങ്ങനെ തകർന്നു കിടക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. ജനങ്ങളെ വളരെയധികം ദ്രോഹിക്കുകയാണ്. ഇതിനെതിരെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്നിങ്ങനൊരു സൂചന സമരം നടത്തുന്നത്. പഞ്ചായത്ത് ഭരണസമിതി ഉൾപ്പെടെ തടയാനും അതിനെതിരെ ശക്തമായി പൊരുതാനും ഭാരതീയ ജനതാ പാർട്ടി മുന്നിട്ടിറങ്ങും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് രാത്രിയുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന നിശാഗന്ധി പൂക്കൾ ഒരേ ചെടിയിൽ 3 എണ്ണം ഒന്നിച്ചു വിരിഞ്ഞത് കൗതുകമാകുന്നു. അരക്കൽ പുതുവീട്ടിൽ ഷാഹുലിന്റെ വീട്ടിലാണ് ഈ കാഴ്ച. ശനിയാഴ്ച വൈകുന്നേരത്തോടെയാണ് ചെടിയിലെ 3 മൊട്ടുകളും ഒരുമിച്ച് വിരിയാൻ തുടങ്ങിയത്. രാത്രി 8:30യോടെ വീട്ടുമുറ്റത്തെ ഒറ്റ നിശാഗന്ധി ചെടിയിലെ 3 പൂക്കൾ ഒരുമിച്ച് വിടരുകയും പൂർണ്ണ വളർച്ചയിലെത്തിയ പൂക്കൾ പരിസരമാകെ സുഗന്ധം പരത്തുകയും ചെയ്തു. സമീപ വീട്ടുകാർ സൗജന്യമായി നൽകിയ നിശാഗന്ധി ചെടി നട്ടിട്ട് വർഷങ്ങളായി. ആദ്യമായാണ് ഒറ്റച്ചെടിയിൽ 3 പൂക്കൾ ഒരുമിച്ച് വിരിയുന്നത്. ബ്രഹ്മകമലം എന്നും അറിയപ്പെടുന്ന നിശാഗന്ധി വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് പുഷ്പിക്കുക. അതും രാത്രിയിൽ മാത്രം വിരിയുന്ന പൂവാണ്. സൂര്യോദയത്തോടെ വാടിപ്പോകുന്ന ഈ പൂവ് ഭാഗ്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായാണ് പലരും കാണുന്നത്. വിരിഞ്ഞ പൂക്കൾ കാണാൻ അയൽവാസികളും ബന്ധുക്കളുമടക്കം നിരവധി പേരാണ് എത്തിയത്. കേച്ചേരി സ്നേഹഭവൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കേച്ചേരി കിരണം കണ്ണാശുപത്രിയുമായി സഹകരിച്ച് സ്നേഹഭവൻ ട്രസ്റ്റ് ഓഫീസിൽ നടന്ന നേത്രപരിശോധനാ ക്യാമ്പിൽ വയോജനങ്ങൾ, സ്നേഹഭവൻ, പാലിയേറ്റീവ് കെയറിന്റെ പരിചരണം നൽകുന്നവർ തുടങ്ങിയവരാണ് പ്രധാനമായും പങ്കെടുത്തത്. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടന്ന ക്യാമ്പിൽ 200ഓളം പേർ നേത്രപരിശോധനയ്ക്കായി എത്തി. ഡോക്ടർ അർച്ചന പരിശോധനകൾക്ക് നേതൃത്വം നൽകി. രോഗം സ്ഥിരീകരിച്ചവർക്ക് സൗജന്യമായി മരുന്നുകൾ വിതരണം ചെയ്തു. കിരണം കണ്ണാശുപത്രി PRO KV ജിനേഷ്, സ്നേഹഭവൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികളായ P മാധവൻ, ജീസൻ ചൂണ്ടൽ, KM ഹംസ, MM ഷംസുദ്ദീൻ, CU ആലീസ് ടീച്ചർ തുടങ്ങിയവർ നേതൃത്വം നൽകി. CBSE മലയാള പാഠപുസ്തകത്തിൽ കടവല്ലൂർ സ്വദേശിനിയുടെ ചെറുകഥ ഇടം നേടി. CBSE 4ാം ക്ലാസ് മലയാള പാഠപുസ്തകമായ മധുരം മലയാളത്തിലാണ് സാഹിത്യകാരി PC തങ്കയുടെ വയലും വീടും എന്ന രചന ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രകൃതിയോടും മണ്ണിനോടും കൃഷിയോടുമുള്ള സ്നേഹവും ആദരവും കുട്ടികളിൽ വളർത്തുന്ന പാഠമായാണ് ഇത് ശ്രദ്ധ നേടുന്നത്. കടവല്ലൂർ സ്വദേശിനിയായ PC തങ്ക അധ്യാപികയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാളുമായിരുന്ന ശേഷം സാഹിത്യരംഗത്ത് സജീവമാണ്. മായാത്തോർമ്മകൾ, തങ്കച്ചിയും മട്ടൻ ചോപ്സും, ഒരു പിടി കവിതകൾ എന്നിവയാണ് പ്രധാന കൃതികൾ. അടുത്തിടെ തെളിനീർ ട്രസ്റ്റിന്റെ വാഗ്മയം 2026 സംസ്ഥാന സാഹിത്യ രചനാ ക്യാമ്പിൽ മികച്ച കഥയ്ക്കുള്ള പുരസ്കാരവും മായാത്തോർമ്മകൾ എന്ന കഥാസമാഹാരത്തിന് ചങ്ങമ്പുഴ കഥാപുരസ്കാരവും PC തങ്കയെ തേടിയെത്തിയിരുന്നു. CPIM പഴഞ്ഞി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത കൃഷി പച്ചക്കറി തൈകളുടെ വിതരണോദ്ഘാടനം കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MN സത്യൻ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം അഖിൽ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം NK ഹരിദാസൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AA മണികണ്ഠൻ, ബ്രാഞ്ച് സെക്രട്ടറി AY അഷ്റഫ്, CDS ചെയർപേഴ്സൺ ബിന്ദു മനോഹരൻ, കർഷക സംഘം മേഖലാ സെക്രട്ടറി PM റെജിമോൻ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ബ്രഹ്മകുളം സെന്റ് തെരാസസ് ഗേൾസ് ഹൈസ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അസിസി പ്രൊവിൻസ് കോർപ്പറേറ്റ് മാനേജർ C റാണി കുര്യൻ അധ്യക്ഷത വഹിച്ചു. ഓൾ ഇന്ത്യ ഇൻഡോർ ചാമ്പ്യൻഷിപ്പിൽ 8ാം സ്ഥാനം നേടിയ നിവ മെറിൻ റാഫേലിനെയും SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടുകയും വിവിധ മേഖലകളിൽ മികവ് തെളിയിക്കുകയും ചെയ്ത വിദ്യാർത്ഥികളെയും ഉപഹാരം നൽകി അനുമോദിച്ചു. ബ്രഹ്മകുളം സെന്റ് തോമസ് ചർച്ച് വികാരി ഫാദർ ഡേവിസ് പനക്കുളം അനുഗ്രഹ പ്രഭാഷണം നടത്തി. വാർഡ് കൌൺസിലർ MV ബിജു, സെന്റ് തെരേസസ് ഗവൺമെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ നിത ടെസിൻ, PTA പ്രസിഡന്റ് AV ജെൻസൺ, MPTA പ്രസിഡന്റ് അലിറ്റ് അജു, സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ഡേയ്സ് മരിയ എന്നിവർ സംസാരിച്ചു. പന്നിത്തടം ചിറമനേങ്ങാട് കോൺകോഡ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. സ്കൂൾ മാനേജർ RM ബഷീർ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ചടങ്ങിൽ പ്രിൻസിപ്പൽ സുബൈദ ബീവി, വൈസ് പ്രിൻസിപ്പൽ രാജീവ് പ്രകാശ്, അധ്യാപകർ എന്നിവർ സന്നിഹിതരായിരുന്നു. സ്കൂൾ ലീഡർ ഫാത്തിമ ഷിഫ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഓപ്പറേഷൻ തൂഫാനെക്കുറിച്ച് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി MM ഫിദ സംസാരിച്ചു. ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന വിവിധ കലാപരിപാടികളും വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. പന്നിത്തടം സെന്ററിലും വിദ്യാർത്ഥികൾ മൈം, ഫ്ലാഷ് മോബ്, തെരുവ് നാടകം എന്നിവ അവതരിപ്പിച്ചു.
മമ്മിയൂർ LFCUP സ്കൂളിൽ ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. സ്കൂൾ അസംബ്ലിയിൽ പ്രധാനാധ്യാപിക സിസ്റ്റർ സിമി മരിയ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. വിദ്യാർത്ഥി പ്രതിനിധി മുഹമ്മദ് സയാൻ ബോധവൽക്കരണ പ്രസംഗം നടത്തി. ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ അടങ്ങിയ പ്ലക്കാർഡുകളുമായി വിദ്യാർത്ഥികൾ അസംബ്ലിയിൽ അണിനിരന്നു. 2ാം ക്ലാസ് വിദ്യാർത്ഥിനി ഇസ്ന ഫിജോ ലഹരിക്കെതിരായ ആംഗിപ്പാട്ട് അവതരിപ്പിച്ചു. ഓപ്പറേഷൻ തൂഫാൻ ഒപ്പുശേഖരണ പരിപാടി പ്രധാനാധ്യാപിക ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരും വിദ്യാർത്ഥികളും ഒപ്പുശേഖരണത്തിൽ പങ്കാളികളായി. 5ാം ക്ലാസ് വിദ്യാർത്ഥികൾ സ്കൂളിന് സമീപമുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സ്റ്റിക്കറുകൾ പതിച്ചു. ലഹരിവിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളുന്ന റീൽസ് നിർമ്മാണ മത്സരം വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ചു. നേരത്തെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷനിലെ സാജൻ സുധീഷ് എന്നിവർ വിദ്യാർത്ഥികൾക്ക് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടത്തിയിരുന്നു. വിരളമായ തെക്ക് കിഴക്കൻ ഏഷ്യൻ സ്വദേശിയായ ഡൂക്കോങ് പഴങ്ങൾ പെരുമ്പിലാവിൽ സമൃദ്ധമായി വിളഞ്ഞു. പ്രവാസി ബിസിനസ്സുകാരനായ ഫാൽക്കൺ മൊയ്തുണ്ണിയുടെ വീട്ടുവളപ്പിലാണ് ഈ വിദേശ പഴം കായ്ച്ചിരിക്കുന്നത്. ഇന്തോനേഷ്യ, മലേഷ്യ, തായ്ലൻഡ്, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന പഴമാണ് ഡുക്കോങ്. ലൻസിയം ഡൊമസ്റ്റിക്കം കുടുംബത്തിൽപ്പെട്ട ഡൂക്കോങ് പഴങ്ങൾ കേരളത്തിലെ വിപണിയിൽ എത്തിത്തുടങ്ങുന്നതേയുള്ളൂ. തായ്തടിയിലും പ്രധാന ശാഖകളിലും കൂട്ടമായാണ് ഡുക്കോങ് ഉണ്ടാകുന്നത്. നേർത്ത തവിട്ട് നിറത്തിലുള്ള തോലിനുള്ളിൽ 5-6 അല്ലികളുള്ള സുതാര്യമായ ചുളകളാണുള്ളത്. ഡൂക്കോങ് ഉൾപ്പെടെ 70ഓളം വ്യത്യസ്ത വിദേശ പഴവർഗ്ഗങ്ങളാണ് മൊയ്തുണ്ണി തന്റെ തോട്ടത്തിൽ വളർത്തുന്നത്. തൊടികളിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകളിലൂടെ മൊയ്തുണ്ണി സദാ ഇവ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ശാസ്ത്രീയമായ പരിചരണത്തിന് നേതൃത്വം നൽകാൻ മുഹമ്മദുണ്ണിയുടെ മാനേജർ റസാഖും ഒപ്പമുണ്ട്. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുത്തൻകടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂൾ വിദ്യാർത്ഥികൾ ചാവക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഫ്ളാഷ് മോബ് നടത്തി. വിദ്യാഭ്യാസ കലാകായികകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP രഞ്ജിത് കുമാർ ലഹരിവിരുദ്ധ സന്ദേശം നൽകി. HMPK റംല, MK സലീം, AS സന്ധ്യ, മഞ്ജു, PM മുബീന തുടങ്ങിയവർ നേതൃത്വം നൽകി. പൾസ് പോളിയോ പരിപാടിയുടെ കഴപ്പുറം പഞ്ചായത്ത് തല ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് VM മനാഫ് നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PV ദിലീപ് കുമാർ, വാർഡ് മെമ്പർ റംല ഹമീദ്, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഫ്രാൻസിസ് ജിമ്മി, ഹെൽത്ത് ഇൻസ്പെക്ടർ സെബി വർഗീസ് എന്നിവർ പങ്കെടുത്തു. പഞ്ചായത്ത് പ്രദേശത്തെ 18 പോളിയോ ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുള്ളതായും പോളിയോ വാക്സിൻ ലഭ്യമാകാത്ത കുട്ടികൾക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി പരിശീലനം സിദ്ധിച്ച ഹെൽത്ത് വളണ്ടിയർമാർ വീടുകളിലെത്തി വാക്സിൻ നൽകുന്നതാണെന്നും സൂപ്രണ്ട് അറിയിച്ചു. പോർക്കുളം ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ നടന്ന പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് KA ജ്യോതിഷ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് തുഷാര സുബീഷ്, സ്ഥിരം സമിതി അധ്യക്ഷരായ സിന്ധു ബാലൻ, രേഖ ജയരാമൻ എന്നിവർ സന്നിഹിതരായിരുന്നു. മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ പിങ്കി പോൾ അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ KR പ്രേംരാജ്, പബ്ലിക് ഹെൽത്ത് നഴ്സ് PP ഷാജിദ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ CS ബാബു, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായ ജീനമ്മ ജോസഫ്, ശ്യാമിലി ശങ്കർ എന്നിവർ നേതൃത്വം നൽകി. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ ചാലിശ്ശേരി പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്തിന്റെയും സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും ICDSന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടന്ന പോളിയോ തുള്ളിമരുന്ന് വിതരണ പരിപാടി CHCയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി നിർവഹിച്ചു. പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സിജി സാബു അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ ഇൻചാർജ് S ഉഷസ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ജസീല ജെയിംസ്, TP റാഷിദ, PHN BG അനുഷ, JPHN MB ഉഷാദേവി തുടങ്ങിയവർ പങ്കെടുത്തു. സാമൂഹികാരോഗ്യ കേന്ദ്രം, സബ് സെന്ററുകൾ, സ്കൂളുകൾ, അംഗൻവാടികൾ എന്നിവിടങ്ങളിലായി 19 കേന്ദ്രങ്ങളിലാണ് ചാലിശ്ശേരി CHCക്ക് കീഴിൽ ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ 5 മണി വരെ പോളിയോ തുള്ളിമരുന്ന് വിതരണം നടന്നത്. മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ പാറന്നൂർ ചിറ പരിസരത്ത് വ്യായാമം ചെയ്യുന്നവരുടെ കൂട്ടായ്മയായ ഹാപ്പി ഫിറ്റ് ക്ലബിന്റെ നേതൃത്വത്തിൽ പുസ്തക വായന സംഘടിപ്പിച്ചു. പാറന്നൂർ ജനകീയ വായനശാലയുടെ ഭാഗമായുള്ള ഓപ്പൺ ലൈബ്രറി ചിറ പരിസരത്താണ് പ്രഭാത പുസ്തക വായന സംഘടിപ്പിച്ചത്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനുരാഗത്തിന്റെ ദിനങ്ങൾ എന്ന കൃതി റെനിൽ ഇയാൽ വായിച്ചു. വായനപക്ഷാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചടങ്ങ് കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വത്സൻ പാറന്നൂർ ഉദ്ഘാടനം ചെയ്തു. MV ശ്രുതി മോഡറേറ്ററായി, സലിം, ശരവണൻ, സൗദ ഹക്കീം, ധർമ്മരാജൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ഞാനൊരു പ്രസംഗം കേട്ടു. എഴുത്തച്ഛനും കേരള കാളിദാസനും വള്ളത്തോൾ, ഉള്ളൂർ, ആശാൻ മുതലായവരെയും ചീത്ത പറഞ്ഞു. അതൊക്കെ എന്തിനു പറയുന്നു? എനിക്കറിഞ്ഞുകൂടാ. ഒരുപക്ഷെ നിങ്ങൾ അവരെ എല്ലാം ദേവന്മാരാക്കുന്നത് കൊണ്ടായിരിക്കും. അല്ലെങ്കിൽ അവതാരങ്ങൾ. അവർ ദേവന്മാരല്ല, അവതാരങ്ങളുമല്ല. നമ്മെ പോലെ വെറും മനുഷ്യരാണ്. ധാരാളം ബലഹീനതകളും. എരുമപ്പെട്ടി
ഗ്രാമപഞ്ചായത്ത് തല പൾസ് പോളിയോ വിതരണോദ്ഘാടനം നടന്നു. കുണ്ടന്നൂർ ഹെൽത്ത് സെന്ററിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകിക്കൊണ്ട് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രബിത ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടോണി, ഹെൽത്ത് ഇൻസ്പെക്ടർ സുഷി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബാബു, JPHN ധന്യ, MLSP ശരണ്യ, LHI ലിസി എന്നിവർ നേതൃത്വം നൽകി. ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനത്തിന് പിന്നാലെ വിവിധ വാർഡുകളിലും വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ തുള്ളിമരുന്ന് വിതരണത്തിന്റെ ഉദ്ഘാടനം വിജയകരമായി പൂർത്തിയാക്കി. 5 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും തുള്ളിമരുന്ന് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ വിപുലമായ സജ്ജീകരണങ്ങളാണ് പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഒരുക്കിയത്. പൈനിത്തടം പാസ്ക് വായനശാല വനിതാ വേദിയുടെ നേതൃത്വത്തിൽ മേഖലയിൽ വർദ്ധിച്ചുവരുന്ന പാമ്പ് ശല്യത്തിനെതിരെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വായനശാല ഹാളിൽ നടന്ന ബോധവൽക്കരണ പരിപാടി കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK സുദീപ ഉദ്ഘാടനം ചെയ്തു. വനിതാവേദി പ്രസിഡന്റ് സതി സോമൻ അധ്യക്ഷയായി. അഷ്റഫ് പഴവൂർ ക്ലാസിന് നേതൃത്വം നൽകി. കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റ് T രാജഗോപാലൻ മാസ്റ്റർ, കണ്ടാണിശ്ശേരി പഞ്ചായത്ത് കുടുംബശ്രീ CDS ചെയർപേഴ്സൺ വിജിത മജ്നു, വായനശാല പ്രസിഡന്റ് TV സുഗതൻ, വനിതാവേദി ഭാരവാഹികളായ സരിത, സുശീല ജയരാജൻ എന്നിവർ സംസാരിച്ചു. കടങ്ങോട് പള്ളിമേപ്പുറം തലേങ്ങാട്രി ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ ബുദ്ധിശക്തിയും ചിന്താശേഷിയും ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ എഡ്യു കോൺവർക്ക് സംഘടിപ്പിച്ചു. 1,25,000 അക്ഷരങ്ങൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. ഈ ഖുർആൻ ആദ്യമായി തുടങ്ങുന്നത് വായനയെ, ബുദ്ധിവികാസത്തിന്, ബുദ്ധിയെ സ്വാംശീകരിച്ചെടുക്കാൻ പറ്റുന്ന പരിശുദ്ധമായ വചനം കൊണ്ടാണ്. ജബ്രഈൽ എന്ന മാലാഖ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആദ്യമായി വായിച്ചോതി കൊടുത്തത്. മഹല്ല് മുദ്രിസ് ഉസ്താദ് സൗദീൻ ഫൈസി ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് PK സലിം ഹാജി അധ്യക്ഷനായി. വേൾഡ് ഐക്യുമെൻ ഗിന്നസ് അജി ആർ സൗജന്യ IQ ക്ലാസിന് നേതൃത്വം നൽകി. ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം പത്മശ്രീ IM വിജയനെ ചടങ്ങിൽ ആദരിച്ചു. ഭൗതിക മതവിദ്യാഭ്യാസ പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച ലഹരി വിരുദ്ധ പ്രതിജ്ഞ നടന്നു. MS നൌഷാദ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മഹല്ല് സെക്രട്ടറി ഇസ്മയിൽ മാളിയേക്കൽ, ട്രഷറർ VS ഹനീഫ ഹാജി വെള്ളിയാട്ടിൽ, നെക്സോസ് ഹൈപ്പർ മാർക്കറ്റ് മാനേജിംഗ് ഡയറക്ടർ ഹിറാസ്, IQ എഡ്യൂക്കേഷൻ ചെയർമാൻ അബു താഹിർ തുടങ്ങിയവർ സംസാരിച്ചു. പള്ളിയിൽ 25 വർഷമായി മുഅദ്ദിനായി സേവനം ചെയ്യുന്ന സെയ്ദ് മുഹമ്മദ് മുസ്ലിയാരെ ചടങ്ങിൽ ആദരിച്ചു. PB മുഹമ്മദ് റിഹാൻ ഖിറായത്ത് അവതരിപ്പിച്ചു. പഴഞ്ഞി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസ് കേഡറ്റുകൾ ലഹരിക്കെതിരെ സിഗ്നേച്ചർ ക്യാമ്പയിൻ നടത്തി. സ്കൂൾ PTA പ്രസിഡന്റും വാർഡ് മെമ്പറുമായ PM അലി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാന അധ്യാപിക മേഴ്സി മാത്യു അധ്യക്ഷത വഹിച്ചു. JRC കൌൺസിലർ PK അബൂബക്കർ സന്ദേശം നൽകി. JRC കൌൺസിലർമാരായ ദിവ്യ, ശരണ്യ എന്നിവർ സംസാരിച്ചു. കേഡറ്റുകളായ അല്ലൻ, ആദിദേവ്, നിവേദ്യ, സഫിയ എന്നിവർ നേതൃത്വം നൽകി. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൃഷിഭവന്റെ സഹകരണത്തോടെ നടത്തുന്ന ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ചിറക്കൽ അറഫ പാലസിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ നിർവഹിക്കുമെന്ന് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ് അറിയിച്ചു. കാർഷിക മേഖലയിലെ ഹരിത, റീക്കോ കാർഷിക കർമ്മസേന, കുടുംബശ്രീ തുടങ്ങിയവയുടെ സ്റ്റാളുകൾ ഞാറ്റുവേല ചന്തയിൽ പ്രദർശിപ്പിക്കും. വിവിധ അത്യുൽപാദന ശേഷിയുള്ള തൈകൾ സ്റ്റാളിൽ വിൽപ്പനയ്ക്കുണ്ടാകും. പ്രതിസന്ധി കാലഘട്ടത്തിൽ കൃഷിയെ വരുമാനമാക്കി മാറ്റാൻ എങ്ങനെ തയ്യാറെടുക്കാം എന്ന വിഷയത്തെ സംബന്ധിച്ച് ഞാറ്റുവേല ചന്തയുടെ ഭാഗമായുള്ള സെമിനാറിൽ കാർഷിക വിദഗ്ധർ ക്ലാസുകൾ നയിക്കുമെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അറിയിച്ചു. ചരമം കാട്ടകാമ്പാൽ സ്രായിൽ തലേക്കര പ്രഭാകരൻ നിര്യാതനായി. 85 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. തങ്കമ്മ ഭാര്യയും രാജി സുരേന്ദ്രൻ മകളുമാണ്. പെരുമ്പിലാവ് പട്ടാമ്പി റോഡ് മദ്രസയ്ക്ക് സമീപം ചെറുടങ്ങയിൽ പരേതനായ മാമു മകൻ കുഞ്ഞു മുഹമ്മദ് നിര്യാതനായി. 65 വയസ്സായിരുന്നു. ഖബറടക്കം പരുവക്കുന്ന് പള്ളി ഖബർസ്ഥാനിൽ നടത്തി. ആമിനു ഭാര്യയും സമീന, മിഷാൽ, ഷാഹിറ, ഫാദൽ എന്നിവർ മക്കളുമാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. കേബിൾ ടിവിയും ബ്രോഡ്ബാൻഡും ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത സംവിധാനമാക്കി മാറ്റുന്നതിൽ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാർ ചെറുതല്ലാത്ത സേവനമാണ് രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്. 15ഓളം കേബിൾ TV ഓപ്പറേറ്റർമാരുടെ നേതൃത്വത്തിൽ വടക്കേക്കാട് ആരംഭിച്ച വെല്ലോസ് മീഡിയയുടെ ഉദ്ഘാടനം PB സുരേഷ് നിർവഹിച്ചു. പിതാവ് വാഹനാപകടത്തിൽ മരിച്ചതിന് പിന്നാലെ 2 ദിവസത്തിനുള്ളിൽ 18 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞും മരിച്ചു. വെള്ളറക്കാട് പൊയിലി റോഡിൽ തറമേൽ ഞാലിൽ വീട്ടിൽ സുധീഷ് അനുരാധ ദമ്പതികളുടെ മകളെയാണ് ഉറക്കത്തിൽ മരിച്ച നിലയിൽ കണ്ടത്.
കുന്നംകുളം നഗരമധ്യത്തിൽ ശനിയാഴ്ച രാത്രി ഉണ്ടായ വാഹനാപകടത്തിൽ 3 വയസ്സുകാരൻ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. പഴഞ്ഞി പെരുന്തുരുത്തി സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.